എൻ്റെ പേര് അരുൺ. പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ നോക്കാം നമ്മൾ ഹാസാർഡ്. ഹാസാർഡ് എവിടെയാണ് OET ലെറ്ററിനകത്ത് ഉപയോഗിക്കേണ്ടതെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ഹാസാർഡ് ഉപയോഗിക്കേണ്ടത് ഒരു ഡിസീസ് കണ്ടീഷൻ നേരത്തെ തുടങ്ങി ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക? ഹാസാർഡ് ഉപയോഗിക്കുക. അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ ഇതൊക്കെ നേരത്തെ തുടങ്ങി ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാസാർഡ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഷീ ഹാസാർഡ് ഡിപ്രഷൻ സിൻസ് 2005 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2005 തൊട്ട് അവർക്ക് എന്തുണ്ട്? ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ ഹീ വരുമ്പോഴും ഹീ ഹാസാർഡ് ഡിപ്രഷൻ സിൻസ് 2005. അപ്പം ഇനി പലപ്പോഴും ചില സ്റ്റുഡൻറ്റ്സ് വരുന്ന മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് CVA പോലുള്ള അസുഖങ്ങൾ അത് നമുക്ക് നേരത്തെ തുടങ്ങി ഇപ്പോഴും ഇല്ല, അതിൽ പർട്ടിക്കുലർ സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് ഷീ ഹാർഡാണ്. ഷീ ഹാർഡ് CVA. ഇവിടെ ഒരിക്കലും ഷീ ഹാസാർഡ് പറയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുന്ന വ്യക്തിയാണെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുക. അപ്പോൾ നമുക്ക് ഹാസാർഡ് ഉപയോഗിക്കേണ്ടത് നേരത്തെ തുടങ്ങി ഇപ്പോഴും ആ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാസാർഡ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ 2005 അല്ലെങ്കിൽ 2007 എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 2005 തൊട്ട് അല്ലെങ്കിൽ 2007 തൊട്ട് എന്തുണ്ട്? ഈ ഒരു കണ്ടീഷൻ ആ പേഷ്യന് ഉണ്ട്. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം ഷീ ഹാസാർഡ് ഡയബറ്റീസ് സിൻസ് 2006 അല്ലെങ്കിൽ സിൻസ് 2007 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.